നമസ്കാരം. വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിന് സമീപത്തായി സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉറുദു സംസാരിക്കുന്ന ആൾക്കാർ, ഇവരുടെ വേഷവിധാനത്തിനും ചില പ്രത്യേകതകളുണ്ട്. അതായത് ഈ താലിബാനികളൊക്കെ ധരിക്കുന്ന രീതിയിലുള്ള വലിയ കുർത്തയും അതുപോലെ തന്നെ കാൽവണ്ണയ്ക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള പാൻസുമൊക്കെ ധരിച്ചിട്ടാണ് ഇവർ പ്രത്യക്ഷമാകുന്നത്. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലാണ് ഇവരെ പലരും കണ്ടിട്ടുള്ളത്. പോളിടെക്നിക്കിൽ നിന്ന് പാപ്പാട് എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരെ പലരും കണ്ടിട്ടുള്ളത്. ഇവരിൽ മിക്ക ആൾക്കാരും കേരളത്തിൽ നിന്നുള്ളവരല്ല, പുറത്തുനിന്ന് വന്നവരും ഉറുദു സംസാരിക്കുന്നവരുമാണ്. നേരത്തെ ഇതൊരു വീടായിരുന്നു, ആ വീട്ടിലായിരുന്നു ഇവർ വന്നു പോയിക്കൊണ്ടിരുന്നത്. അവർ ഈ പറഞ്ഞതുപോലെ അതിരാവിലെയും രാത്രി കാലങ്ങളിലും ഒക്കെയാണ് ഇവരെ കണ്ടിരുന്നത്. പക്ഷേ സാഹചര്യം ഇപ്പോൾ ഒത്തു വന്നപ്പോൾ അതൊരു നിസ്കാര പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ആൾക്കാരുടെയൊക്കെ ഒരു അഭിപ്രായത്തിൻ്റെ, ആൾക്കാരുടെയൊക്കെ ഈ രീതിയിൽ അവർക്കെതിരെ സംസാരിക്കുന്നു എന്ന തോന്നലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. എന്തായാലും ഒരു വീട്ടിൽ ആൾക്കാർ ഈ രീതിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ആൾക്കാർ എതിർക്കും. അതുകൊണ്ടാണോ ഇനി അത് നിസ്കാര പള്ളിയാക്കി മാറ്റിയതെന്നും അറിയില്ല. എന്തായാലും ഈ രീതിയിലുള്ള ആൾക്കാരെ നിരന്തരമായി ഈ ഭാഗങ്ങൾ കാണുന്നതായി അവിടുത്തെ നാട്ടുകാർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പലരോടും തത്വമയി ന്യൂസിൽ നിന്നുള്ള പ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇവരെ ചില പ്രത്യേക സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. അവർ ഈ ഉറുദു സംസാരിക്കുന്നതാണ്, ഇവിടെയുള്ള ആൾക്കാരൊന്നും അല്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമായത്. കേരളത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും ഭീകരവാദ സംഘടനകളുടെയും സാന്നിധ്യം തിരിച്ചറിഞ്ഞ സമയത്ത് ഇത്തരമൊരു സാഹചര്യം ഒട്ടും അഭിലഷണീയമല്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് തിരുവനന്തപുരത്ത് വച്ച് തന്നെ ഐസിസിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെത്തിയ മുഹമ്മദ് ആദിലിനെ NIA പിടികൂടിയത്. PFI ഭീകരൻ മൊയ്തുൻ കുട്ടിയെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പിടികൂടിയത്. കേരളത്തിൽ സ്ഫോടനവും കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനവും നടത്തുവാനുള്ള സമഗ്രമായ പദ്ധതികൾ അവർ തയ്യാറാക്കിയിരുന്നു. അതായത് ഭാരതത്തിൽ നിന്ന് ദക്ഷിണ ഭാരതത്തെ മാറ്റി നിർത്തുക, ദക്ഷിണ ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പോലും ഇവർ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്ന് ജനങ്ങൾക്ക് തന്നെ അറിവുള്ളതാണ്. അതായത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഭാരതത്തിനെതിരെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ ആക്രമണം നടത്തുകയും അതിലൂടെ ഈ ദക്ഷിണ ഭാരതത്തെ വിഭജിക്കുവാനുള്ള പദ്ധതികളാണ് ഇവർ തയ്യാറാക്കിയത്. അങ്ങനെ ഒരു സാഹചര്യം പോലും നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ്, ഒരു സംസ്ഥാനത്താണ് ഈ രീതിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില ആൾക്കാരെ കാണുന്നത് എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നെട്ടയം പോലുള്ള, വട്ടിയൂർക്കാവ് പോലുള്ള സമാധാനപരമായുള്ള അന്തരീക്ഷം നിലനിൽക്കുന്ന ഇടങ്ങളിൽ ഇത്തരം ആൾക്കാർ വന്നു ചേരുന്നത് സംശയദൃഷ്ടിയോടുകൂടിയാണ് ജനം കാണുന്നത്. തീർച്ചയായിട്ടും അവരെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. എന്താണ് ഈ രീതിയിൽ ഉറുദു സംസാരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് കൂടാനുള്ള ഒരു ചേതോ വികാരം എന്താണ്, അവർക്ക് ഇതിൻ്റെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യമെന്നറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് താല്പര്യവുമുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സംശയം തോന്നുന്നതിനോട് യാതൊരു രീതിയിൽ കുറ്റം പറയുവാനും പറ്റില്ല. കാരണം കേരളം ആ രീതിയിലാണ് ഭീകരവാദികളുടെ ഒരു ഹബ്ബായി മാറുന്നു എന്നുള്ള സൂചനകൾ പോലും പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് കേരളത്തിൽ ഹമാസ് പോലുള്ള തീവ്ര ഭീകരവാദ സംഘടനയിൽ നിന്നുള്ള ആൾക്കാർ സന്ദർശനം നടത്താൻ എത്തിയിട്ടുള്ളതായിട്ടും അതോടൊപ്പം തന്നെ അൽ ഖ്വയ്ദയും ലഷ്കർ ഇ തൊയ്ബയും അടക്കമുള്ള ഭീകരവാദ സംഘടനകളുടെ പോലും സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നുള്ളതായിട്ടും വ്യാപകമായ രീതിയിൽ അന്വേഷണ ഏജൻസികൾ തന്നെ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലഹരി ജിഹാദും ലവ് ജിഹാദും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ നിരവധിയായിട്ടുള്ള സ്ത്രീകളെ മതം മാറ്റുന്നതിനും അതേപോലെ മതം മാറ്റിയ സ്ത്രീകളെ ചിലരെയൊക്കെ സിറിയയിലേക്കൊക്കെ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ, കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവരാരാണ് എന്നതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടേണ്ടതുണ്ട്, പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇവർ കേരളീയരല്ല, ഉറുദു സംസാരിക്കുന്നവരാണ്. ഇവരുടെ വസ്ത്രധാരണം ഈ രീതിയിലാണ്. എന്തായാലും നേരത്തെ പകൽ സമയങ്ങളിലൊന്നും അവരെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നേരത്തെ മുൻ സമയങ്ങളിലൊക്കെയും രാത്രി സമയങ്ങളിലും വളരെ നേരത്തെയുള്ള പകൽ സമയങ്ങളിലുമൊക്കെയാണ് അവരെ കണ്ടിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഐഡന്റിറ്റി വ്യക്തമാകുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.